വിഷബാധയേറ്റ് മരിച്ച 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ മൃതദേഹം കബറടക്കി. പുനലൂരിലെ ആലഞ്ചേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ. പൊതുദർശനത്തിന് വെക്കാതെ മൃതദേഹം നേരിട്ട് കബറിടത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ക്വാറന്റൈൻ പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മാതാപിതാക്കൾക്കും സഹോദരനും പോലും കുട്ടിയുടെ മൃതദേഹം അവസാനമായി അടുത്തു കാണാനായില്ല. കൊറേ പട്ടികളെയും കൂടെ വളർത്തിയത് കൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോന്ന കണ്ടില്ലേ. കുഞ്ഞുങ്ങളെ ചികിത്സയിലായിട്ട് എല്ലാ സഹായവും ചെയ്ത് എങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. പൊന്നോമനയുടെ ചേതനയറ്റ ശരീരത്തിൽ അവളെയൊന്ന് തൊടാനാകാതെ, അവസാനമായി അവളെയൊന്ന് മുത്താനാകാതെ അമ്മ കണ്ടുനിന്നവരുടെയെല്ലാം ഉള്ളുലഞ്ഞു കലങ്ങിയ നിമിഷങ്ങൾ. കഴിഞ്ഞ മാസം 8-ാം തീയതി വീട്ടുമുറ്റത്ത് വെച്ചാണ് 7 വയസ്സുകാരി നിയ ഫൈസലിനെ തെരുവുനായ കടിച്ചത്. കയ്യിൽ ഗുരുതരമായി മുറിവേറ്റ കുട്ടിയെ കൊല്ലം വിളക്കുടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. ആദ്യഘട്ടത്തിൽ തന്നെ 2 ഡോസ് വാക്സിൻ കുട്ടിക്ക് നൽകിയിരുന്നു. ഏപ്രിൽ 28-നാണ് കുട്ടിക്ക് പനി പിടിച്ചത്. ആദ്യം കൊല്ലത്തെ ആശുപത്രിയിലേക്ക് മാറ്റി, പിന്നീട് തിരുവനന്തപുരം SCT ആശുപത്രിയിൽ എത്തിച്ചു. വിഷബാധ മൂർച്ഛിച്ച് നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ആകാവുന്നതെല്ലാം ചെയ്തു നോക്കിയിട്ടും ഇന്നു പുലർച്ചെ 3 മണിക്ക് നിയയുടെ ജീവൻ നഷ്ടമായി. വാക്സിൻ എടുത്തിട്ടും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് കുട്ടിയെ ചികിത്സിച്ച SCT ആശുപത്രിയിലെ ഡോക്ടർമാർ ഇങ്ങനെ വിശദീകരണം നൽകുന്നു. കുട്ടിയുടെ കൈഞ്ഞരമ്പിന് കടിയേറ്റിരുന്നു. വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും മുമ്പേ വൈറസ് തലച്ചോറിലെത്തിയിരിക്കാം. കുട്ടി ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. വൈറസ് ശരീരത്തിൽ 90% ബാധിച്ചിരുന്നുവെന്നും SCT ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ S. ബിന്ദു പറഞ്ഞു. SCTയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ പീഡിയാട്രിക് ICUവിൽ അഡ്മിറ്റ് ചെയ്തു. നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു. എന്നിരുന്നാലും ഈ അസുഖത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള ചികിത്സയും കുഞ്ഞിന് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. പുനലൂരിലെത്തിച്ച നിയ ഫൈസലിന്റെ മൃതദേഹം ആലഞ്ചേരി ജുമാ മസ്ജിദിൽ ഖബറടക്കി. ക്വാറന്റൈൻ നിർദ്ദേശമുള്ളതുകൊണ്ട് ഏതാനും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുത്തത്. കുട്ടിയുടെ സഹോദരൻ മുഹമ്മദ് ഇഷാന് നിയയുടെ മുഖം അവസാനമായൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ സഹോദരിയെ കണ്ട് മുഹമ്മദ് ഇഷാന്റെ ദുഃഖം അണപൊട്ടി. കെട്ടിടം പണിക്കായി എത്തിയ ജോലിക്കാർക്ക് വെള്ളം നൽകാനായി പോകവെയാണ് നിയയെ തെരുവുനായ ആക്രമിച്ചത്. 26 ദിവസത്തെ സഹനത്തിനൊടുവിൽ നാടിന്റെയാകെ തീരാ നോവായി അവൾ മടങ്ങി. തെരുവുനായ ഭീതി നിലനിൽക്കുന്ന വിളക്കുടി പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമ്മൾ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ മാറ്റുന്നതിനായിട്ട് വന്ധീകരണ ശസ്ത്രക്രിയ ഉൾപ്പെടെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, കൊല്ലം.